ഈ ആഴ്ച സോഷ്യൽ മീഡിയ ഫുൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഡിവോഴ്സും അതുപോലെ തന്നെ അവർ തമ്മിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഫുള്ളും ഉണ്ടായിരുന്നത്. ആദ്യത്തെ ഡിവോഴ്സ് ഭയങ്കരമായിട്ടുള്ള ഷോക്കിംഗ് ആയിരുന്നു. CP ശിഹാബും വൈഫും തമ്മിൽ വേർപിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ തൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. ആദ്യ വീഡിയോയിൽ പുള്ളി പറഞ്ഞത് ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ചല്ല, 2 വർഷമായിട്ട് ഭാര്യയുടെ വീട്ടിലാണ്, ഞാനിവിടെ തന്നെയാണ്, കുട്ടി എൻ്റെ കൂടെയൊക്കെ ഉണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് ആദ്യമേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ടുള്ള ഷോക്കൊക്കെ ആയിരുന്നു ആൾക്കാർക്ക്. കമൻസിലൊക്കെ ചെന്നിട്ട് എന്തിനാണ് വൈഫ് ഇങ്ങനെ ചെയ്തത്, എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ വൈഫ് വന്നത്, പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് വൈഫിനെതിരെ കുറേയധികം പേര് നെഗറ്റീവായിട്ടുള്ള കമൻസ് കൂടുതൽ ഇടുന്നുണ്ടായിരുന്നു. അതിനുശേഷം മറ്റ് ചിലർ ശിഹാബിനെതിരെയൊക്കെയാണ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. നീ കാരണമായിരിക്കും ആ ഒരു പെൺകുട്ടി പോയെന്നൊക്കെ പറഞ്ഞ് ശിഹാബിനെതിരെയും കുറേയധികം പേര് കമൻസ് ഇടുന്നുണ്ടായിരുന്നു. എന്തായാലും അതിനുശേഷം രണ്ടാമതൊരു വീഡിയോ ആയിട്ട് ശിഹാബ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം, ഞാൻ ആദ്യ വീഡിയോയിൽ പറഞ്ഞ് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഞങ്ങൾ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും 2 സ്ഥലത്താണേ ഉള്ളൂ, പക്ഷേ നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്, ഡിവോഴ്സ്ഡ് ആണ് എന്നുള്ളൊരു കാര്യം, അങ്ങനെയൊന്നും അല്ലെന്ന് പറഞ്ഞ് ശിഹാബ് മാറ്റി പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. എന്തായാലും ശിഹാബ് ആ ഒരു പറഞ്ഞത് കൊണ്ട് തന്നെ ഇവരിപ്പോൾ ഒരുമിച്ചല്ല എന്നുള്ളൊരു കാര്യത്തിൽ ഏകദേശം ഒരു ഉറപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതായിരുന്നു മെയിനായിട്ടുള്ള ഫസ്റ്റ് ഡിവോഴ്സ് ന്യൂസ്. അത് കഴിഞ്ഞിട്ട് കുഞ്ഞാറ്റയും ഇച്ചായനും തമ്മിലുള്ള ഒരു വേർപിരിയുന്ന കാര്യം, ഇച്ചായനെതിരെ കുഞ്ഞാറ്റയുണ്ടെങ്കിൽ കുറേയധികം കാര്യങ്ങൾ തൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ പെൺകുട്ടികളുമായിട്ടൊക്കെ ചാറ്റുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് തൻ്റെ കയ്യിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി തൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെതിരെയൊക്കെ ഈ ഒരു ഇച്ചായൻ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറേയധികം കാര്യങ്ങൾ കുഞ്ഞാറ്റയെ പറ്റി പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ കാണുന്ന കണക്കല്ല, വീഡിയോയിൽ കാണുന്ന കണക്കല്ല യഥാർത്ഥത്തിലുള്ള ആൾക്കാരുടെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് അങ്ങും ഇങ്ങൊക്കെ തൊടാത്ത രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇച്ചായൻ വേറൊരു പെൺകുട്ടിയെടുത്ത് മോശമായിട്ടുള്ള രീതിയിൽ ചാറ്റ് ചെയ്യുന്നത് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു പുറത്ത് വന്നതിന് ശേഷം ഇച്ചായൻ തന്നെ, അതായത് ഈ അമൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, അതെൻ്റെ ഒരു ഫ്രണ്ട് മാത്രമാണ്, ഞങ്ങളങ്ങനെ മോശമായിട്ട് രീതിയിലൊന്നും ചാറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഈ അമൽ സ്വന്തമായിട്ട് ന്യായീകരിച്ച് വീഡിയോസൊക്കെ ഭയങ്കരമായിട്ട് ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ കുഞ്ഞാറ്റയെ ഭയങ്കരമായിട്ട് മോശമായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ, അതായത് കുഞ്ഞാറ്റയാണ് ഇങ്ങനത്തെ ഉള്ള രീതിയിൽ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്, ഞാനത് കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ കുഞ്ഞാറ്റയെ മോശമായിട്ട് ചിത്രീകരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു വീഡിയോ കണ്ട സമയത്ത് ആൾക്കാർക്കെല്ലാം മനസ്സിലായി ഈ ഒരു വ്യക്തി പറയുന്നത് കള്ളമാണ് എന്നുള്ളൊരു കാര്യം. കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഈ ഒരു കുഞ്ഞാറ്റ ഇത്രയും നാൾ എങ്ങനെ ഈ ഒരു വ്യക്തിയുടെ കൂടെ നിന്നെന്നും ഇവനെ പോലുള്ള ക്യാരക്ടറുള്ള ഒരു വ്യക്തിയായിട്ട് എങ്ങനെ ജീവിച്ചു പോകാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം കുഞ്ഞാറ്റ വേർപിരിഞ്ഞെന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞാറ്റയ്ക്കെതിരെ ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടാണ് ആൾക്കാർ കമൻറ്റ് ബോക്സിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഈ ഒരു വ്യക്തി പറയുന്നതിൽ കുറേയധികം കള്ളങ്ങളുണ്ട്, ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും അതിൻ്റെ കാര്യം ഇപ്പോൾ എന്തായാലും നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാറ്റ ഇനി ഇതിനെതിരെ വല്ല വീഡിയോസും കാര്യങ്ങളും ഇടുന്നോ എന്ന് നമുക്കറിയത്തില്ല. അറിയുകയാണെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു ഡിവോഴ്സ് 2 ഇപ്പോൾ മെയിനായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയുക.